നമസ്കാരം. എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സിവിക്സിനകത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പം നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അങ്ങ് തുടങ്ങാം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ SCRT ബേസ്ഡ് ആയിട്ടുള്ളതും ഇന്ത്യൻ പൊളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം. ഇത് മതിയായിരിക്കും. രണ്ടും +2 ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം. രാഷ്ട്രീയ പാർട്ടികൾ. നമുക്കറിയാം എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു ആശയത്തിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടി തുടങ്ങാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങാം. ഒരേ ആശയം ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കൂട്ടമുണ്ടായാൽ മതി. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഫോം ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അല്ലെ. 1885 ഫോം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ടി ആവണമെങ്കിൽ രണ്ട് ടൈപ്പ്, അതായത് മൊത്തത്തിൽ ഇപ്പം ഞാൻ പറയാം, വേൾഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, ലോകം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള രാജ്യങ്ങളുണ്ട് പാർട്ടിയുടെ ബേസിസിൽ. അതായത് 1 പാർട്ടി സിസ്റ്റം, ഡബിൾ പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒറ്റ പാർട്ടിയുള്ള രാജ്യങ്ങളുണ്ട്, പ്രതിപക്ഷം ഒന്നുമില്ല, ഓപ്പോസിറ്റ് നിൽക്കാൻ ആളൊന്നുമില്ല, ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് റഷ്യ, USSR ഒക്കെ പറയാം. അവിടെ എന്തില്ല? ഒപ്പോസിഷൻ പാർട്ടി ഒന്നും നിലനിൽക്കുന്നില്ല. പിന്നെ 2 പാർട്ടി സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ പാർട്ടി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആകെ 2 പാർട്ടിയേ ഉള്ളൂ, അവർ തമ്മിലാണ് മത്സരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക, ബ്രിട്ടൻ പോലുള്ള ഇടങ്ങളിലാണ് ഈ 2 പാർട്ടി സിസ്റ്റം നിലവിൽ നിൽക്കുന്നത്. 2 പാർട്ടികൾ തമ്മിലേ മത്സരമുള്ളൂ എപ്പോഴും. എന്നാൽ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് എണ്ണമില്ല പാർട്ടികൾക്ക്. എത്ര പാർട്ടി വേണേലും ആ രാജ്യങ്ങളിൽ കാണും. ആ പാർട്ടികളെല്ലാം തമ്മിലായിരിക്കും ഇലക്ഷന് മത്സരിക്കുന്നത്. ഫ്രാൻസും സ്വിറ്റ്സർലൻഡും നമ്മുടെ ഇന്ത്യയൊക്കെ ഏതിനകത്ത് ഉൾപ്പെടും? മൾട്ടി പാർട്ടി സിസ്റ്റം. ഒന്നിലധികം പാർട്ടികൾ ഉള്ള രാജ്യത്തിനകത്താണ് നമ്മുടെ ഇന്ത്യ പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പം 1 പാർട്ടി സിസ്റ്റം, 2 പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം. അപ്പം നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുമ്പം ഇന്ത്യ എന്താണ്? ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ 2 തരമുണ്ട്. ഒന്ന് ദേശീയ പാർട്ടി, അതായത് നാഷണൽ പാർട്ടി നമ്മൾ പറയും. രാജ്യം മൊത്തം വ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൽ മൊത്തം ഒരു കൺട്രോൾ വരുത്താൻ പറ്റുന്ന പാർട്ടിയാണ് ദേശീയ പാർട്ടികൾ എന്നറിയപ്പെടുന്നത്. ദെൻ സംസ്ഥാന പാർട്ടികളുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും അണ്ടറിലുള്ള പാർട്ടികൾ. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പാർട്ടികൾ കാണത്തുള്ളൂ. ഇന്ത്യ മൊത്തത്തിലൊന്നും കാണത്തില്ല. ചില സംസ്ഥാന പാർട്ടി ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ, ഒരു 10 സംസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടായിരിക്കും. 10 കാണത്തില്ല കേട്ടോ, അതിൻ്റെ കണ്ടീഷൻ ഞാൻ പറയാം. ചില പാർട്ടികൾ 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളായിരിക്കും. അതെല്ലാമാണ് സംസ്ഥാന പാർട്ടികൾ. അപ്പം നിലവിൽ ഇന്ത്യയിൽ 8 ദേശീയ പാർട്ടി അഥവാ നാഷണൽ പാർട്ടീസ് ആണുള്ളത്. അത് നമുക്ക് പഠിക്കണം. ആ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വർഷങ്ങളും പഠിച്ചു പോകണം. പിന്നെ സ്ഥാപകർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും ഞാൻ സ്ഥാപകരെയും കൂടെ പിന്നീട് പറയാം. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന 8 ദേശീയ പാർട്ടികളെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഇന്ത്യയിൽ നിലവിൽ 8 ദേശീയ പാർട്ടികളും 53 സംസ്ഥാന പാർട്ടികളുമാണ് ഉള്ളത്. ആ 8 ദേശീയ പാർട്ടികൾ ഫോം ചെയ്ത ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു INC ആണ് ആദ്യം ഫോം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യം ഫോം ചെയ്തത്. 1885 ഫോം ചെയ്തത്. ചിഹ്നമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, കൈപ്പത്തി ചിഹ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലേ. ഇനി രണ്ടാമത് ഫോം ചെയ്തത് CPI അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കാൺപൂർ സമ്മേളനത്തിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാൺപൂർ സമ്മേളനത്തിൽ ഫോം ചെയ്ത പാർട്ടിയാണ് CPI. 1925 ഫോം ചെയ്യുന്നത്. അരിവാളും നെൽക്കതിരുമാണ് ഇതിന്റെ സിമ്പൽ. 1925 CPI ഫോം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. ദെൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കകത്ത് ഒരു പിളർപ്പ് വന്നതിന് ശേഷം 1964 CPIM അഥവാ CPM മാർക്സിസ്റ്റ് പാർട്ടി. CPM എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചെറിയൊരു പിളർപ്പ് വന്നിട്ടുണ്ടായതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടി വന്നത് 1964. അവരുടെ ചിഹ്നം എന്താ? ചുറ്റികയും അരിവാളുമാണ് CPMന്റെ ചിഹ്നം. പിടികിട്ടിയല്ലോ. ഇനി ദെൻ BJP ഫോം ചെയ്ത വർഷം 1980 ചിഹ്നം താമര. ഇതൊക്കെ നമുക്കറിയാം. ഇനി BSP ബഹുജൻ സമാജ് പാർട്ടി ഫോം ചെയ്ത വർഷം 1984. ആനയാണ് ചിഹ്നം.
ദെൻ തൃണമൂൽ കോൺഗ്രസ് 1998 മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, പുല്ലും പൂവുമാണ് ചിഹ്നം. ദെൻ NCP നാഷണൽ കോൺഗ്രസ് പാർട്ടി 1999 ഫോം ചെയ്യുന്നു, ക്ലോക്ക് ആണ് ചിഹ്നം. ലാസ്റ്റ് ഫോം ചെയ്ത നാഷണൽ പാർട്ടിയാണ് ഇപ്പോഴത്തെ നാഷണൽ പീപ്പിൾ പാർട്ടി അഥവാ NPP. 2013 ഫോം ചെയ്തത്, ബുക്കാണ് ഇവരുടെ ചിഹ്നം. അപ്പൊ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 8 ദേശീയ പാർട്ടികളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ആ 8 ദേശീയ പാർട്ടികളുടെ വർഷങ്ങളും അവരുടെ ചിഹ്നങ്ങളുമാണിത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ജസ്റ്റ് സ്ഥാപകരുടെയും കൂടെ ഒന്ന് പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് AO ഹ്യൂം ആണെന്ന് നമുക്കറിയാം. CPIയുടെ സ്ഥാപകർ ഒരാളെ ആയിട്ട് പറയാൻ നോക്കില്ല. ML ഡ്രോയിന്ന് ചിലയിടത്ത് കിടപ്പുണ്ട്, പക്ഷെ അങ്ങനെയല്ല. GV സാട്ടെ ആയിരുന്നു ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അങ്ങനെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒരാളുടെ പേര് മാത്രമായിട്ട് പറയാൻ ഒക്കുന്നില്ല. BJP ശ്യാമപ്രസാദ് മുഖർജി, BSP കാൻഷിറാം, NCP ശരത് പവാർ ആണ് സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടി പണ്ടത്തെ മോത്തിലാൽ നെഹ്റു, CR ദാസ്, ചിത്തരഞ്ജൻ ദാസും ചേർന്ന് സ്ഥാപിച്ചതാണ് സ്വരാജ് പാർട്ടി. ശിവസേന ബാൽ ഠാക്കറെ, DMK CN അണ്ണാദുരൈ, ദ്രാവിഡ കഴകം EV രാമസ്വാമി നായ്ക്കർ, തെലുങ്കുദേശം MT രാമറാവു, കേരള കോൺഗ്രസ് KM ജോർജ്, JSS ഗൗരി അമ്മ, രാഷ്ട്രീയ മഹാസഭ CK ജാനു. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണേ. ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ, രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവ്. ഇനി കേരളത്തിലെ ഓരോ സംസ്ഥാന പാർട്ടികൾ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ ജനതാദൾ JD ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് സെക്യുലർ ആയതുകൊണ്ടാണ്. ഒരു കൃഷിക്കാരി തലയിൽ നെല്ല് ചുമക്കുന്നതാണ് അതിന്റെ സിമ്പലും കൂടെ ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ കേരള കോൺഗ്രസ് M 2 ഇല കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഒരുപാട് ന്യൂസ് ചാനലുകളിലൊക്കെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാർട്ടികളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്, എങ്കിലും നോട്ടായിട്ട് എന്ന് എഴുതിയിട്ടേക്കണം. പിന്നെ ഉള്ള കേരളത്തിലെ സംസ്ഥാന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അല്ലേ? മുസ്ലിം ലീഗ്. ദെൻ RSP. അപ്പൊ ഇത്രയുമാണ് കേരളത്തിലെയും സെപ്പറേറ്റ് ചെയ്ത്. ഇവിടെ ഉണ്ട് കേരളത്തിലെ, എന്നാൽ നിങ്ങൾ സെപ്പറേറ്റ് അത് സംസ്ഥാന പാർട്ടി എന്നുള്ള ലെവലിൽ എഴുതി വെച്ചോണം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ദേശീയ പാർട്ടി സംസ്ഥാന പാർട്ടി എന്ന് 2 രീതിയിലുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കും ദേശീയ പാർട്ടി ആവാൻ പറ്റാത്തത്? അപ്പൊ ദേശീയ പാർട്ടി ആവാൻ വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കത്തിലൊന്ന് പറയാം. നമുക്ക് ഇപ്പോൾ പ്രിലിമിനറിക്കൊന്നും അത് ആവശ്യം വരില്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ വേണ്ടി പറയാം. ദേശീയ പാർട്ടി ആവണമെങ്കിൽ ഒരു പാർട്ടി ലോക്സഭാ ഇലക്ഷനിലോ നിയമസഭാ ഇലക്ഷനിലോ 4 സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് 6% വോട്ട്, 4 സംസ്ഥാനങ്ങളിൽ 4 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ആ പറയുന്ന പാർട്ടി 6% വോട്ടെങ്കിലും നേടണം. അതാണ് ഒന്നാമത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. എന്താണ്? 6% വോട്ട് വ്യത്യസ്ത 4 സ്റ്റേറ്റുകളിൽ മൊത്തത്തിലുള്ള 6% വോട്ട് ആ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടത്തുള്ളൂ. ഏത് ലോക്സഭയിലോ നിയമസഭാ ഇലക്ഷനിലോ. അപ്പൊ അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടി ആവണമെങ്കിലും അതിന് 2% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന ഇതാവത്തുള്ളൂ. അതിന് കുറെ കാറ്റഗറി, അതായത് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് ഒന്നും നമുക്ക് ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി, പിന്നെ ഈ പോയിന്റും കൂടെ ഒന്ന് എഴുതിയിടും. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു, ഈ ഫോർവേഡ് ബ്ലോക്ക് ആരുടെ പാർട്ടിയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രിലിമിനറിക്ക് വേണ്ട എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.